ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡെൽവിൻ. ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ S25 അൾട്രനെ പറ്റിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 2025 ജനുവരിയിൽ S25 അൾട്ര ഇറങ്ങാൻ പോകുന്നു. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് ലീക്സും റൂമേഴ്സും കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ പറയാൻ പോകുന്ന ലീക്സ് റൂമേഴ്സ് കൺഫേംഡ് ലീക്സ് ആയിരിക്കും. പിന്നെ ചെറിയ ഷോർട്ട് വീഡിയോ ആയിരിക്കും, പക്ഷെ നമ്മളെല്ലാം കവർ ചെയ്തിട്ടായിരിക്കും പോണതെന്ന്. ആദ്യത്തെ ഭാഗം നോക്കാം, പ്രൊസസറിന്റെ ഭാഗം. അതായത് സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്ന പ്രൊസസറാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ 3 മില്യൺ ആന്റി സ്കോർ ഒരു പ്രൊസസറാണ് 888. സ്നാപ്ഡ്രാഗൺ 804 എന്നാണ് പ്രൊസസറുടെ പേര് അവർ ഫസ്റ്റ് ഇട്ടത്. പക്ഷേ 888 എന്ന് പറഞ്ഞ ഒരു പ്രൊസസർ ശരിക്കും പറഞ്ഞാൽ ലാപ്ടോപ്പിന് വേണ്ടി എക്സലൈറ്റ് എന്ന് പറയുന്ന പ്രൊസസറിന്റെ പേരിലാണ് ലാപ്ടോപ്പിന് വേണ്ടി വന്നിരുന്നത്. ആ പ്രൊസസർ അവര് നാനോമീറ്റർ ചുരുക്കി സെയിം ബെഞ്ച് മാർക്കില് ഫോണിലേക്ക് എത്തിച്ചാണ് 888 എന്ന് പറയുന്ന പ്രൊസസർ. അപ്പൊ 888ന്റെ പ്രൊസസർ ആയിരിക്കും S25 അൾട്രയിൽ വരുന്നത്. മാത്രമല്ല സാംസങ് S25, S25 പ്ലസ്, S25 അൾട്ര മൂന്നിലും കേൾക്കും സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറഞ്ഞ പ്രൊസസർ ആയിരിക്കും വരാൻ പോകുന്നത്. എക്സ്നോസ് പ്രൊസസർ ഇല്ല. ഇതിന്റെ ജിഗാഹെർട്സ് 4.3 ജിഗാഹെർട്സിലാണ് മെയിൻ കോർ വർക്ക് ചെയ്യുന്നത്. അത്രയ്ക്കും പെർഫോമൻസോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ചിപ്സെറ്റ് ആണ് 888 എന്ന് പറയുന്നത്. അത് ചൂടാവും ഹീറ്റ് ആവുന്ന കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. 3 നാനോമീറ്ററിലാണ് പ്രൊസസർ ഇറങ്ങുന്നത്. iPhone 16 Pro Max ഒക്കെ 3 നാനോമീറ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പെർഫോമൻസും കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പും കിട്ടും. 3 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ ചെറിയ ആർക്കിടെക്ചറാണ്. അപ്പൊ അത് പ്രൊഡക്ട് ചെയ്യാൻ ചെറിയ ഒരു എനർജി മാത്രമേ ആവശ്യമുള്ളൂ. മാത്രമല്ല പെർഫോമൻസ് കൂടുകയും ചെയ്യും. പതിവ് പോലെ അടുത്ത വർഷമാണ്. അതുകൊണ്ട് തന്നെ LPDDR5X അല്ല, LPDDR6 തന്നെയാണ് S25 അൾട്രയിൽ വരുന്നത്. പിന്നെ ഒരു കാര്യം, ഫാസ്റ്റ് ചാർജിങ് 45 വാട്ട്സ്. അത് ഫാസ്റ്റ് ചാർജിങ് ആണെന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. അതിന് മാറ്റിയെന്ന് അറിയില്ല. ഒരു 60 അല്ലെങ്കിൽ ഒരു 67 വാട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ ഓക്കെ പറയാം നമുക്ക്. പിന്നെ ഒരു കാര്യം, ഗാലക്സി AI എന്ന് പറഞ്ഞ ടൂള്, അത് ഇത്ര നാളെ ഒരു ഓൺ ഡിവൈസിൽ വെച്ചിട്ടുണ്ടായില്ല. ഓൺലൈനായിട്ട് നെറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഗാലക്സി AI യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരുന്ന സംഭവമാണ് അത് ഇപ്രാവശ്യം ഓൺ ഡിവൈസിലേക്ക് വരണം. അതായത് നെറ്റ് ഇല്ല, നെറ്റ് തീർന്നാലും നമുക്കിപ്പോ ഗാലക്സി AI യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒബ്ജക്ട് റിമൂവർ, പിന്നെ ഒബ്ജക്റ്റിനെ ആഡ് ചെയ്ത്, അതായത് കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരു പ്രാവിന്റെ ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ പ്രാവ് കയ്യിൽ വന്നിരിക്കുന്ന ഒരു ഇത്, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫോട്ടോസ് ആഡ് കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഓർഡർ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഓൺ ഡിവൈസ് ആയിട്ട് വരുന്നുണ്ട്. നെറ്റ് ഇല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആനിമേഷൻസ് 1 UI ഭയങ്കരമായിട്ട് മാറ്റം വരുത്തുന്നുണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആനിമേഷൻ മാറ്റാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് കൺഫേംഡ് ലീക്സ്. നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.